ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ചെടി ഹോമലൂമിന എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതാണ് ആ ചെടി, ഹോമലൂമിന. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അരേസി ഫാമിലിയിൽപ്പെട്ട ചെടിയാണ്. ഇതിൻ്റെ ഇലകളെല്ലാം ഹാർട്ട് ഷേപ്പാണ്. കണ്ടോ, ഇതിനെ എലിഫൻ്റ് ഇയർ എന്നും പറയും. ഇതിൻ്റെ ഇലയുടെ വലിപ്പവും അതിൻ്റെ ഷേപ്പും കാരണമാണ് അതിനെ എലിഫൻ്റ് ഇയർ എന്ന് പറയണേ. ഈ ചെടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫ്ലവറിങ് പ്ലാന്റാന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ ഫ്ലവറുകൾക്ക് പെറ്റൽസ് ഇല്ല. ഇതിൻ്റെ ഫ്ലവർ നോക്കി, ഇതിന് പെറ്റൽസ് ഇല്ല. ഇതിൻ്റെ തണ്ടുകളൊക്കെ റെഡ് കളറായിരിക്കും. ചെടിയുടെ തണ്ടുകൾക്ക് നീളം കൂടുതലാണ്. തണ്ടുകൾ ഇത്രയും നീളത്തിൽ വന്നിട്ടാണ് ആ ലീഫ് വന്നത്. ഇത് വെയിൽ ഒരുപാട് കൊണ്ടുകൊണ്ടാണ് ഇതിൻ്റെ ഇവിടെ ഈ ഓരത്തിലൊക്കെ മഞ്ഞ കളർ കണ്ടില്ലേ. ഇത് വെയിൽ കൂടുതൽ കൊണ്ടതുകൊണ്ടാണ്. ഇത് തണൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ഇതിൻ്റെ കീടശല്യം എന്ന് പറഞ്ഞാൽ മീലിമുട്ടകൾ ഇതിൻ്റെ തണ്ടുമ്മ വന്നിരുന്ന് അതെല്ലാം ഊറ്റി കുടിക്കും ഇതിൻ്റെ നീര്. പിന്നെ ഒച്ചുകൾ ഇതിൻ്റെ ഇലകൾ തിന്നും. ഇത് സൺഷെയ്ഡിൽ വെക്കേണ്ട ചെടിയാണ്. പിന്നെ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തൈക്കൾ മദർ പ്ലാന്റിൻ്റെ ചുറ്റും നിറയെ തൈക്കൾ മുളച്ച് വരും. ഇത് കണ്ടോ. അപ്പോൾ അത് അടർത്തിയെടുത്ത് നമുക്ക് തൈക്കൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ഫണ്ടെന്ന് പറയുന്നത് ഇതാണ്. ഇത് കണ്ടോ, ഇതാണ് ആദ്യത്തെ ചെടി, ഞാൻ നട്ട ആദ്യത്തെ ചെടിയത്. ഇതിൻ്റെ ചുറ്റുമാണ് ഈ തൈക്കളൊക്കെ മുളച്ചു വന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് നടാം. ഇതിൻ്റെ തണ്ടുകൾ, ഇതിൻ്റെ ഈ ടോപ്പ് കട്ടിങ് എന്ന് പറയും, ഏറ്റവും മുകൾ വശം, അത് കട്ട് ചെയ്ത് നടാം. പിന്നെ ഈ പീസുകളെല്ലാം നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ടും നടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നടണേന്ന് നമുക്ക് നോക്കാം. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ മുകൾ വശം നമുക്ക് കട്ട് ചെയ്ത് നടാം. പിന്നെ ഈ തണ്ടുകളുണ്ടല്ലോ അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നടാം. ഇതുമ്പോൾ വേരുകൾ കണ്ടില്ലേ, അതുകൊണ്ട് ഇത് പിടിച്ച് കിട്ടും. ഇതൊരിക്കലും ഇത് പിടിക്കാതിരിക്കില്ല. നമ്മളിത് മുറിക്കുമ്പോൾ ഇതുമ്മേ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് തേച്ച് കൊടുക്കണം. അതായത് ഞാനിപ്പോഴും തേക്കാറുള്ളത് ഈ സാഫ് എന്ന് പറഞ്ഞതാണ്. സാഫ് ഇത് പീസാക്കിയിട്ട് ആ മുറിച്ച ഭാഗത്ത് നമ്മളിത് തേച്ച് കൊടുക്കണം. അപ്പോൾ ഒരിക്കലും അത് ചീഞ്ഞും പോവില്ല. അപ്പം നമുക്കിത് എങ്ങനെയാണ് നടണേന്ന് നോക്കാം. ഇപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് ഇതുമ്പോൾ സാഫ് തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചീഞ്ഞു പോവില്ല ഒരിക്കലും. ഇനി നമ്മളിത് നടണ എങ്ങനെയാന്ന് നോക്കണം. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കുറേ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ അടുത്ത് എപ്പോഴും ഇതുണ്ടാവും ഓരോ ചെടികൾക്ക് ഇടാനായിട്ട്. ഇത് ചാണകപ്പൊടി, എല്ലുപൊടി, മണ്ണിര കമ്പോസ്റ്റ്, ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് മണ്ണ്, അത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത കുമ്മായം, ഇത്രയും മിക്സ് ചെയ്ത മണ്ണാട്ടോ ഇത്. ഇതാണ് ആ പോട്ടിംഗ് മിക്സ്. ഇതിലേക്ക് നമ്മളിത് നട്ടു കൊടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് എങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ചാൽ ചെടികൾ നടണേക്ക് മുമ്പ് ചെടിച്ചട്ടിയിൽ നിറയെ കരിയില ഇടും. കരിയിലയോ പേപ്പറോ കഷ്ണങ്ങളോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ എല്ലാം ഇട്ടിട്ടാണ് ഞാൻ ഇത് നടണേ. അപ്പോൾ ഇതിന് വെയിറ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിറയെ മണ്ണാവുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയിരിക്കും നമുക്കിത് മാറ്റി വെക്കാനൊക്കെ. അപ്പം ഇങ്ങനെ ഇട്ടിട്ടാട്ടോ ഞാൻ ഇത് നടണേ. അപ്പം നമുക്കിത് നട്ടു നോക്കാം. ഇത് നമ്മൾ മുകൾ ഭാഗം ആ ചെടി ഇലയും ഒക്കെയുള്ള ഭാഗം നട്ടേക്കണേ ആട്ടോ ഇത്. ഇനി നമ്മളിതൊന്ന് നനച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. ഒരുപാട് നനയ്ക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 2 ദിവസമൊക്കെ നമ്മൾ നനച്ചാൽ മതി. ഇനി നമുക്ക് ഈ തണ്ടുകൾ, കട്ട് ചെയ്ത തണ്ടുകൾ നട്ടു കൊടുക്കാട്ടോ. ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതുമ്പം ചെറിയ ഇളപ്പുകൾ വരാൻ തുടങ്ങും കേട്ടോ, മുളച്ച് വരാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് കുറേ തൈക്കൾ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒച്ചൊക്കെ വന്നിരുന്ന് ഈ ഇലയൊക്കെ തിന്നും. മീലിമുട്ടകൾ ഈ തണ്ടുമ്മ വന്നിരുന്നെല്ലാം ഊറ്റി കുടിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രാത്രി നമ്മൾ ടോർച്ചടിച്ച് നോക്കി ഒച്ചിനെയൊക്കെ പിടിച്ച് ഉപ്പ് വെള്ളത്തിലിടണം. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ് അങ്ങനെ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ച ഹോമലൂമിന ചെടിയെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് വരാം.